അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ രാഹുലാണ്. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ചെറിയൊരു കാര്യം നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും തലവേദനയാണ്. ആ ഒരു പ്രശ്നം എങ്ങനെ വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് പരിഹരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന ചങ്ങനാശ്ശേരിയിലുള്ള ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ഡീപ് ക്ലീനിന്റെ ഒരു ടീം വന്നിട്ടുണ്ട്. അവരുടെ യൂണിറ്റ് വന്നിട്ടുണ്ട്. അവർ A to Z, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ വീട് അടിപൊളി മാറ്റാൻ പോകണം. അപ്പം നമ്മുടെ വീടിന് അടുത്തുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ അവരുടെ ഇന്നത്തെ ഒരു വർക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒരു ഡീപ് ക്ലീൻ പ്രോസസ്സ് എന്തായിരിക്കും എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്നാ നടക്കുന്നത്. ചേട്ടാ ഒന്ന് നമസ്കാരം. രാഹുൽ, എന്റെ പേര് രാഹുൽ എന്നാണ്. തോമസ് ചേട്ടാ, ഇവിടെ ഡീപ് ക്ലീനിങ് പാറ്റണ്ടാണ്ടോ? അപ്പൊ ഇവിടെ ഡീപ് ക്ലീനിങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ചങ്ങായുടെ വീടാണ്. അപ്പം കുറെ ആൾക്കാർക്ക് നമുക്ക് ഡീപ് ക്ലീനിങ് എന്നാ പറഞ്ഞു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒന്ന് പറഞ്ഞു തരണം ഇവിടെ എന്നാ നടക്കണം. മുഴുവൻ തട്ടും മുട്ടും ഒച്ച ആളും ബഹളവും എന്നാ നടക്കണേ പറഞ്ഞു. നമ്മൾ ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവർ അസസ് ചെയ്യും എവിടെ തുടങ്ങാം, എവിടെ നിന്ന് അവസാനിപ്പിക്കാം എന്നുള്ളത്. ഓരോരോ മുറികളിലായിട്ട് നമ്മൾ ഒരു ഇച്ചിരി വൃത്തികേടായിട്ട് കിടക്കുന്ന വീടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ എന്നാ സംഭവം ശരിക്കും ചെയ്യാൻ പോണേ? ഇപ്പോൾ ഇവിടെ 4 മുറികളും 5 ബാത്റൂമുകളും പിന്നെ ഈ ഹോളും ഒരു കിച്ചണുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം മൊത്തം ക്ലീൻ ചെയ്ത് പുറത്തോട്ടിറങ്ങി, അടുത്ത് കവർ ചെയ്ത് പുറത്തോട്ടിറങ്ങി, അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഭാഗമുണ്ട്, അത് കവർ ചെയ്ത് പുറത്തോട്ടിറങ്ങി, ഓരോ റൂമുകളും കിച്ചണും ക്ലീൻ ചെയ്ത് അവസാനം ഈ ഭാഗം കൂടെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു പോളിസിയാണ് നമ്മൾ നടത്തുന്നത്. ഒരു റൂമിന്റെ ഒരു വീട്ടിലേക്ക് ഇപ്പൊ നമ്മളെ ഇപ്പം ഏജിയുടെ ഒരു വീട് ഏൽപ്പിച്ചു, അതായത് നമ്മുടെ ഒരു വീട് അത് ഇങ്ങനെയാണ്, നമ്മൾ അവിടെ ഇല്ല, നിങ്ങളെങ്ങനെ താക്കോൽ എടുത്ത് തന്നിട്ട് തോമസ് ചേട്ടാ ഇത് എനിക്ക് പുതിയതാക്കി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോസസ്സ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് നമ്മൾ ആദ്യം കയറുന്നു. ആ റൂമിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിറക്കുകയാണ്. മുകളിൽ ഡസ്റ്റും കോപ്പും എല്ലാം ചെയ്ത് താഴോട്ടിറങ്ങിയതിന് ശേഷം ഫാൻ ക്ലീൻ ചെയ്ത് താഴോട്ടിറങ്ങുന്നു. അതിൻ്റെ ജനലുകളെല്ലാം ക്ലീൻ ചെയ്ത് താഴോട്ടിറങ്ങുന്നു. കട്ടിലുകൾ ഉയർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്തെ പൊടി പിടിക്കുന്നു. അതിനുശേഷം ചുറ്റുപാടുമുള്ള ഉയർന്ന പ്രദേശങ്ങളുടെ എല്ലാം പൊടി താഴെ എത്തിച്ചതിന് ശേഷം താഴെ നിന്ന് പൊടി വാക്യൂം ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം തുടർന്ന് തന്നെ ആ റൂമിൻ്റെ തന്നെ ബാത്റൂം പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം പുറത്തെത്തിയതിന് ശേഷം പുറത്തേക്ക് നീങ്ങിയാണ്. ഈ ഓരോ മുറിയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ നമ്മുടെ തറഭാഗം മെഷീൻ വെച്ച് സ്ക്രബ് ചെയ്ത് ചെളി എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം ഹൈ പവർ വെറ്റ് വാക്യൂം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പുറത്തോട്ട് മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഞാൻ ചുമ്മാ ഒരു സംശയം, സാധാരണ സംശയമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ യൂണിറ്റിനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, ഡിഫറൻസ് തന്നെയായിരിക്കും. അത് മെയിനായിട്ട് ഇപ്പം നമുക്കൊരു അറിയാൻ ആഗ്രഹം. ഇപ്പം ചേട്ടനൊക്കെ ചെയ്യുന്ന ഈ യൂണിറ്റ് സാധാരണ ഇപ്പം നമ്മൾ ഒരാൾ അതിൻ്റെ വന്ന് പണിയെടുക്കുന്നതും മീൻസ് AGM പോലെയുള്ള ഒരു കമ്പനി നിങ്ങളൊരു യൂണിറ്റ് വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസും കൂടെ അറിയണം എന്ന് ആഗ്രഹമാണ്. നമ്മളെ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുക? നമ്മുടെ ആൾക്കാർ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊഫഷനിൽ തന്നെ തുടർച്ചയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ ട്രെയിൻഡാണ്. പൊടി എവിടെയുണ്ട്, എവിടെ എന്ത് ചെയ്യണം, എന്ത് തരത്തിലുള്ള പ്രവൃത്തികളാണ് ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം മൂലം ഒരു വീട് നമുക്ക് ഒരു നിശ്ചിത അളവുള്ള വീട് ഒരു ദിവസം കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് ഇത്രയും ഫുൾ ഡീപ്പായിട്ട് ഒരു 1000 രൂപയുടെ ക്ലീനറെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല നമ്മളുടെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹൈപ്പർ വാക്യൂം നമ്മുടെ സ്ക്രബിങ് മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ്, അതെ, പ്രീമിയം സർവീസ് ആണ്. അതായത് പെയിന്റിങ് നോർമലായിട്ട് കിടക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പെരകയറി താമസത്തിന്റെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിലേക്ക് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. പിന്നെ പെയിന്റിങ്ങിന് അനുസരിച്ച് തന്നെ നമുക്ക് ഒരു വീട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഹാമോശമായ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്താലും പുറത്ത് കാണുന്ന ഒരാൾക്ക് ചിലപ്പം ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പൊടി കാണില്ല. എൻ്റെ ഒരു ചോദ്യം, ചുമ്മാ നമ്മൾ സാധാ ക്ലീനിങ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? ഡീപ്പ് എന്നുള്ള വാചകം കൊണ്ട് ചേട്ടൻ എന്നാ ഉദ്ദേശിക്കുന്നത്? ഡീപ്പ് എന്നുള്ള വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ബാത്റൂമുകൾ നമുക്ക് തിരിച്ച് റെസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് ചിലപ്പോൾ 1.25 മണിക്കൂർ വരെ അതിൻ്റെ അകത്ത് പ്രയത്നിക്കേണ്ടി വരും. അതിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ കെമിക്കലുകൾ തരാതരത്തിലുള്ള ബൗളിന് ഒരു കെമിക്കൽ, മറ്റേ അതിൻ്റെ അകത്തെ ഇരുമ്പ് പ്രതലങ്ങൾക്കൊരു കെമിക്കൽ, പിന്നെ
തറ ഭിത്തി ഇത്യാദിയാക്കിയ ടൈൽ ക്ലീനർ പ്രത്യേകം. അപ്പം ഇതൊന്നും എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും യന്ത്ര സംവിധാനങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതാണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ആഴത്തിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്താൽ പോലും ഇത്ര യന്ത്ര സംവിധാനങ്ങളും നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹം ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും നാട്ടിലില്ലെങ്കിലും എവിടെയാണെങ്കിലും ഇവരുടെ ഏജൻസി അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് റീച്ച്. അപ്പോൾ ഇത് വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഈ വീട്ടിൽ എന്താ നടക്കണേ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ മോശമായിട്ട് കിടക്കുന്ന വിഷ്വൽസ് കാണിക്കാം, ആഫ്റ്റർ റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള വിഷ്വൽസ് അല്ലേ, അങ്ങനെ എല്ലാം കൊടുക്കും. ഇതിനകത്ത് എന്നാ കുറെ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് എന്നാന്ന് നമ്മുടെ ടീം മൊത്തം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനകത്ത് എത്ര പേരുണ്ട് ഇപ്പം? നമ്മുടെ 4 പേരാണ് ഇപ്പോൾ വർക്ക്. 4 പേര് ഞാനുമാണ്. ഞാൻ ഇവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചുറ്റുപാടുള്ള സാധനങ്ങളെല്ലാം കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മേളിൽ പൊടി പിടിച്ചു കഴിഞ്ഞു. ഈ ഫാനിൻ്റെ മേളിൽ അടക്കമുള്ള പൊടിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ഫ്രെയിം മറ്റു സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. ഈ ലെവൽ വരെ എത്തിയിരിക്കുകയാണ്. ജനലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ജനലിനെ പുറത്തെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുണ്ട്. അത് പുറത്തുനിന്നുള്ള പ്രോസസ്സാണ്. അതെ അതെ, ഇതാണ് അകത്തുനിന്നുള്ള പ്രോസസ്സ്. അപ്പോൾ പിന്നെ ഇത് അത്യാവശ്യം ബലമുള്ള മറിച്ച് വെക്കാൻ പറ്റിയൊരു കട്ടിലാണ്. അതുകൊണ്ട് അതിങ്ങനെ വെച്ചേക്കുന്നു. അതിൻ്റെ അടിവശം മൊത്തം പൊടി പിടിച്ചതിന് ശേഷം നമ്മളെടുത്ത് മാറ്റിയിട്ട് അതിന് ശേഷം തിരിച്ച് വെച്ച് ഈ ബെഡ് വെച്ച് റിസ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഈ ചുറ്റുപാടുള്ള വരമ്പയിലെ പൊടിയെല്ലാം തൂത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വാക്യൂം ചെയ്യുന്നു. ഡ്രൈ വാക്യൂം, അതായത് പൊടിയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം മാറ്റാനായിട്ട്. അപ്പോൾ സമാന്തരമായിട്ട് തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ അകത്ത് വാഷിംഗ് നടക്കുന്നുണ്ട്. അവർ മറ്റേ ബൗള്, വാഷ് ബേസിൻ, പിന്നെ നമ്മുടെ മെറ്റൽ എക്യുപ്മെൻറ്റ്സ് ഇത്യാദി സാധനങ്ങൾക്കെല്ലാം വേറെ വേറെ ക്ലീൻ എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസുമാണ്. അതെടുത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ ഓരോന്നായിട്ട് നീങ്ങുന്നതിന് ശേഷം ഇപ്പം ഡ്രൈ വാക്യൂവും ഇവിടുത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമിലെ മൊത്തം പരിപാടികളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ എല്ലാ മുറിയിലും തുടരും. ഇല്ല, അത് മൊത്തത്തിൽ നീറ്റാകുകയില്ല. ഈ തടിയുടെ പോളിഷിങ്ങും ഈ തറ സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ച് സ്ക്രബ് ചെയ്ത് വെറ്റ് വാക്യൂം കൂടെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രൊസീജിയർ തീരുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ടീം ലീഡ് തന്നെ ഈ സാധനം എല്ലാം ഒന്നുകൂടെ ഡ്രൈ മോപ്പിൻ ചെയ്തിട്ടാണ് നമ്മൾ അവസാനം പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. ശരാശരി 4 പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിനാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാറ്. സാധാരണ കുറച്ച് മോശം കണ്ടീഷനിലുള്ള ബാത്റൂമിലാണെങ്കിൽ 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജനറലി നോർമൽ കണ്ടീഷനിലൊക്കെയുള്ള മുറിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 4 പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 35 തൊട്ട് 40 മിനിറ്റ് വരെ. അപ്പോൾ ഇതിപ്പോൾ ഒരു വീട്ടിലെ ഒരു മുറി, അപ്പം നമ്മൾ ഹാളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമുക്കിപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആഫ്റ്റർ ഈ വർക്കിന് ശേഷം നമുക്ക് വീഡിയോസിൻ്റെ അകത്ത് ആ വിഷ്വൽസ് ആഡ് ചെയ്യാം. നമ്മൾ വർക്ക് തുടങ്ങുന്നല്ലോ. ഇവിടെ ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം ഇതേപോലെ തന്നെ അത് റൂമാണ്. ഇത് വലിയൊരു ഹോളാണ്. ഇതിൻ്റെ അകത്ത് തടിയുടെ എക്യുപ്മെന്റ്സ് കൂടുതലുണ്ട്. ഇത്യാദിയ സാധനങ്ങളിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മേളിൽ നിന്നുള്ളതായിട്ടുള്ള പ്രോസസ് ആയിരിക്കും. പാനൽ അത് മൊത്തം ടെസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. മറ്റേ ഷാൻലിയറും ഫാനും ഒക്കെ ക്ലീൻ ചെയ്ത് താഴോട്ട് ഇറങ്ങും. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യും. അതിനുശേഷം ഇതിനെ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 3M ഒരു പോളിഷ് ഉണ്ട്. അത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടച്ചും ഫീലും വ്യത്യാസം വരും. കളർ വ്യത്യാസം വരത്തില്ല. അത് കെമിക്കലി ഇനർട്ടാണ്. അതായത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് റിയാക്ഷൻ ദോഷമൊന്നും വരില്ല. അതായത് അടുക്കും ചിട്ടയും അല്ലാതെ കിടക്കുന്ന ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുക. എല്ലാവരുടെയും വാർഡ്രോബിൽ എല്ലാവരും കൈ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പം അവിടെ അനുവാദം ഉണ്ടെങ്കിൽ നമ്മൾ അത് വാർഡ്രോബ് അടുക്കി കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് അവർക്ക് സമ്മതിക്കണം. ചില അടുക്കളകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അടുക്കളയാണെന്നുണ്ടെങ്കിൽ അതെ. ഇത് നമ്മുടെ ഈ വീടിന്റെ അടുക്കളയിൽ ഇത് അത്യാവശ്യം നല്ലൊരു അടുക്കളയാണ്. വലിയ കാര്യമായിട്ട് യുദ്ധമില്ല. നമ്മൾ അടുക്കള അംഗം പെട്ടുന്ന സ്ഥലമാണ്, നമുക്കറിയാം. അപ്പൊ നിങ്ങൾ അടുക്കളകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ നിന്നും ഭേദപ്പെട്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വീടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കസ്റ്റമർ പറഞ്ഞിരുന്നത് ഇതിന് ചില ഇന്നാക്സസിബിൾ ഏരിയകളിൽ പൊടിയുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ കുറച്ചേറെ പൊടിയുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മുടെ വാക്ക് വേ ഇല്ലേ, ആ വാക്ക് വേയിൽ മറ്റേ കുറച്ച് പായൽ വർഷങ്ങളായിട്ട് കൂടി കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ വീടിൻ്റെ ജനറൽ ക്ലീനിങ്ങും. ഇത് മൊത്തം വിധസന്നാഹം ഇവിടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
മറ്റ് ആവശ്യം ഇത് അടുക്കള ജനറലായിട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് താഴെ വെച്ച് കിച്ചൺ കബോർഡുകളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളിൽ എടുത്ത് താഴെ വെച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കും. താഴെയാണെന്നുണ്ടെങ്കിലും കബോർഡുകളൊക്കെ എടുത്ത് തുറന്ന് ഇതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കുക. അതാണ് അതിൻ്റെ ഒരു ജനറൽ പ്രൊസീജിയർ. പിന്നെ ഈ അടുപ്പുകളുടെയൊക്കെ മുകളിൽ അതെ, ഈ അടുക്കളയുടെയൊക്കെ മുകളിൽ ചിലപ്പോൾ നമ്മുടെ ജനലിനോടനുബന്ധിച്ചാണ് അടുക്കള വയ്ക്കുന്നത്, എക്സോസ്റ്റ് ഫാൻ ഇല്ലാത്ത അടുക്കള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ ഭയങ്കര ഗ്രീസ് ആയിരിക്കും, പുക പടലം ഗ്രീസുകളൊക്കെ ആയിരിക്കും. ആ സമയങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശരിക്കും പറഞ്ഞൊരു സ്റ്റീമറുണ്ട്. ഇവിടെ അത് ആവശ്യമില്ല, നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. സ്റ്റീം ഉപയോഗിച്ച് അത് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ലിയർ ആയിക്കോളും. പ്രത്യേകിച്ച് അടുക്കള ആയതുകൊണ്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ സാധനങ്ങൾ ക്ലീൻ ആവാനുള്ളത് ക്ലീൻ ആകും, ഡീകണ്ടാമിനേറ്റ് ആവും. മനസ്സിലാക്കാം. നമ്മൾ വീഡിയോ കൂടെ നമ്മൾ പറയുമ്പോൾ കൂടുതൽ അവർക്ക് ചെയ്യുന്ന മനസ്സിലാവണല്ലോ കേട്ടോ. അപ്പം ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ദോശയുടെ പറഞ്ഞ സിമ്പിളായിട്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇപ്പം നമ്മുടെ അടുക്കളയിലേക്ക് വന്നു, മുറിയിലേക്ക് വന്നു. പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ യൂണിറ്റ് നമ്മുടെ മെഷീനറി വേണം കൂടുതൽ. നിങ്ങളുടെ ഇരിക്കുന്ന അടുത്ത നമ്മുടെ ചോദ്യം, നമ്മുടെ ഇരിക്കുന്ന മെഷീനറി ഉള്ളൂ കേട്ടോ, കുറെ യൂണിറ്റ് ഉള്ളൂ. അപ്പൊ ആ യൂണിറ്റിന്റെ പ്രത്യേകത യൂണിറ്റ് നമ്മുടെ സ്ക്രബിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരിപ്പുണ്ട്. അതിന്റെ സ്ക്രബിംഗ് മെഷീൻ അതിനകത്ത് നമുക്ക് ഡിസ്പാഡ് ഇട്ട് തള പോളിഷ് ചെയ്യാനും ബ്രിസിൽ ബ്രഷ് ഇട്ടിട്ട് റഫായിട്ടുള്ള പ്രതലങ്ങൾ വാഷ് ചെയ്യാനും പറ്റും. ജനറലി സംഭവിക്കാനാന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം അതിഭീകരമായിട്ട് ഉപയോഗിച്ചാലേ ചില പ്രദേശങ്ങൾ വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ മെഷീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നനച്ചതിന് ശേഷം ഈ ബ്രിസിൽ ഉപയോഗിച്ച് അടിക്കുകയും അതിന് ജസ്റ്റ് പുറത്തുനിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി പ്രതലങ്ങളെല്ലാം വൃത്തിയാവും. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നോർമലായിട്ട് ഒരു വീട് കഴുകി എടുക്കുന്നതിൻ്റെ 1/3 പോലും വെള്ളം ഈ പ്രൊസീജിയറിൽ കൂടി ആവശ്യം വരുന്നു. കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ ബക്കറ്റുകൾ കണക്കിന് വെള്ളം കൊണ്ട് തന്നെ വീടിൻ്റെ അകം വൃത്തിയാക്കാം. പുറത്തെ കണ്ടീഷൻ അത്രയ്ക്ക് ശരിയാകില്ല. പക്ഷേ ഒരു അത് മറ്റേ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം, ഇത് ഈ വീടിന് വേണ്ടി ഇപ്പോൾ ആവശ്യമുള്ളത് ബ്രഷും വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂമാണ്. ഞാൻ പറഞ്ഞില്ല സ്റ്റീമർ നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് ചേട്ടാ അടുത്തൊരു മുറിക്കാണ്, നമ്മുടെ അടുത്ത മുറിയാണ് വീട്ടിൽ. ഇത് പക്ഷേ പ്രത്യേകം ഒന്നുമല്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കണം. പക്ഷെ ഇവിടെ ഒരു കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചാൽ ഇങ്ങനെയുള്ള എന്തായിരിക്കും ഇവിടെ പ്രോസസ് ചെയ്യാൻ പുള്ളിൽ ഇതെല്ലാം എടുത്ത് പുറത്തോട്ടൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ എല്ലാ വീടുകളും എപ്പോഴും എല്ലാ റൂമുകളും ഒരുപോലെ വൃത്തികേടായിക്കോണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഉപയോഗിക്കുന്ന റൂമുകളെല്ലാം അതുപോലെ ഭംഗിയായിട്ട് തന്നെ കിടക്കുകയും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള ചുക്കിലികൾ 4 സൈഡിലുണ്ടെന്നേ ഉള്ളൂ. അവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പൊടിയുണ്ട്, ഈ മേളിലത്തെ അകത്തും പൊടി കാണും. അതെല്ലാം വാക്യൂം ചെയ്തെടുക്കുക എന്നുള്ളൂ ജനറൽ പർപ്പസ്. ഇതൊരു അതിഭീകര ഡീപ് ക്ലീനിങ് നടക്കുന്ന ഒരു പ്രദേശമായിട്ട് കാണരുത്. പക്ഷേ ഡീപ് ക്ലീനിങ് എല്ലാ പ്രോസസ്സും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു സംശയം കാണും, ഇത് ഈ ടൂൾസ് എല്ലാം കാണുമ്പോൾ എനിക്ക് വലിയ തുകയാകുമോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത് വരാനുള്ള സ്വാഭാവികമായിട്ടും അല്ല, തുകയുടെ അല്ല, ഞങ്ങളുടെ പറഞ്ഞല്ല സംഭവം. കുറച്ചുകൂടെ ഇത് ആ പ്രീമിയം ആകുമ്പത്തേന് അതിന്റെ റേറ്റ് ഇപ്പൊ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത്. ഇപ്പൊ നമ്മളെപ്പോലെ മിഡിൽ സെഗ്മെന്റുകാരനും ഇത് താങ്ങാൻ മുടിയാതെ തമ്പി എന്ന് പറയാത്തൊരു തുകയാണ്. വർഷത്തില് ഒരിക്കൽ ഒരു വീട് ചെയ്യാൻ പറ്റുന്ന ഒരു തുകയാണ് സാധാരണഗതിയിൽ നമ്മൾ. പിന്നെ അതിഭയങ്കരമായ യൂസേജ് വരുന്ന വീടുകളിലാണെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് വളരെയധികം ആൾതാമസമുള്ളതും പിന്നെ റോഡിനോടൊക്കെ അടുത്ത് കിടക്കുന്നതും പെട്ടെന്ന് പൊടി പിടിക്കുന്നതുമായ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം റെക്കമെൻഡ് അത് ചെയ്യണമെന്ന് കസ്റ്റമറിൻ്റെ മനസ്സാണ്. അതായത് എല്ലാവരും വിചാരിക്കണം. തീർച്ചയായും അവരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ ഒരു ക്ലയന്റ് ചോദിക്കുവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് അവരുടെ പർപ്പസ് ഒക്കെ അറിഞ്ഞിട്ട്. അതെ, അതായത് നമ്മുടെ ഈ സാധാരണഗതിയിൽ മെസ്സേജുകൾ വരുന്നത് ഇങ്ങനൊരു സർവീസ് ഉണ്ടെങ്കിൽ റേറ്റ് എത്ര ആണെന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നം അതിൻ്റെ അകത്തുള്ള സംഗതി എന്നാന്ന് പറഞ്ഞാൽ, ഒരു കാർപ്പറ്റ് ഏരിയ പറഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ വീട് ചിലപ്പോൾ വൃത്തിയാണെന്നുണ്ടെങ്കിൽ യൂസബിൾ ഏരിയ 1ാം നിലയുടെ പുറകിൽ ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വേറെ കാണും. അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഇതൊന്നും നമ്മുടെ ഏരിയ കണക്കിൽ വരുന്നതല്ല. ഇതൊക്കെ നമ്മൾ അധ്വാനിക്കേണ്ട പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ ഇതിപ്പം നമ്മൾ അത് സംശയമാണ്. അപ്പം നിങ്ങളിപ്പം ചങ്ങനാശ്ശേരി ബേസ് ചെയ്തല്ലേ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ വിളിക്കുന്നെങ്കിൽ, ഇപ്പം മലബാറിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നെങ്കിൽ അവിടെ സർവീസ് ഇപ്പം നമ്മൾ കേരളത്തിൽ എവിടെയാണ് ചെയ്യുന്നുണ്ടല്ലോ. ഡീപ് ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. റെഗുലർ ക്ലീനിങ് നമുക്ക് അതുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയകളിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇത്
അടുത്തെന്നാണെങ്കിലും അകലെന്നാണെങ്കിലും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ ഇത് എങ്ങനെയൊക്കെ അതായത് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു അങ്ങനെ നിങ്ങൾക്ക് ഒരു റേറ്റ് പറയാൻ പറ്റും. ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ റേറ്റ് കൂടുതലാണെന്നൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. കോമൺ സംശയമാണ്, കമന്റ് ബോക്സിൽ വരുന്നൊരു ചോദ്യമായിരിക്കും. എല്ലാവരും റേറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിലർ ഡീറ്റെയിൽസ് ചോദിച്ചാൽ തരികയില്ല. കാരണം ഒരു നിശ്ചിത അളവ് ഉള്ള വീടായിരിക്കും. അതിൻ്റെ പുറത്തോട്ട് ചിലപ്പോൾ കാർപ്പറ്റ് ഏരിയയിൽ നമുക്ക് കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഫസ്റ്റ് ഫ്ലോറിന് പുറകിൽ യൂസബിൾ ഏരിയ ഇതൊക്കെ അഴുക്കായിട്ട് കിടക്കുന്നതായിരിക്കും. ആ ഏരിയയിൽ ഇതൊന്നും വരാതിരിക്കുകയും നമ്മൾ റേറ്റ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞ റേറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ നമ്മൾ നിർബന്ധരാകും. അതെ 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 കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ദൂരെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ മിനിമം ഏരിയ എത്ര എന്ന് പറയണം, എത്ര ബെഡ്റൂം, എത്ര ബാത്റൂം, എത്ര കിച്ചൺ, മറ്റേ ലിവിങ് റൂം ഉണ്ടെങ്കിൽ അത് ഒന്നിക്കുള്ളുണ്ട്, എത്ര ഫ്ലോറ്. പിന്നെ ചില വീടുകളിൽ ഇതിപ്പോൾ നോർമൽ എക്യുപ്മെൻറ്റ്സാണ്, സാധാരണ വീട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ ചിലയിടത്ത് ഡബിൾ ഹൈറ്റുള്ള സ്ഥലങ്ങൾ കാണും. അവിടെ നമ്മൾ വേറെ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും കൊണ്ടുപോകേണ്ടത്. നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് മറ്റ് ഉപകരണങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അതുപോലത്തെ സാധനങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനങ്ങൾ റിക്വയർമെൻറ്റ് നമ്മൾ ചോദിക്കാറുണ്ട്. ആ റിക്വയർമെൻറ്റ് നമുക്ക് മറുപടി തരുന്ന ആൾക്കാർക്ക് നമുക്ക് കൃത്യമായ എത്രയാണ് റേറ്റ് എന്ന് നമ്മൾ പറയാറുമുണ്ട്. അടുത്തൊരു ചോദ്യം, കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിൻപുറത്തുള്ള ഞങ്ങളെ പോലുള്ളവരാണ് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നത്. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞതറിയോ, കൂടുതലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെ പ്രോസസ് കണ്ടിട്ട് നാട്ടിലുള്ളവർ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ ഇതിപ്പോ ഈ ഒരെണ്ണം ഒഴിച്ച് ബാക്കി ഈ സമീപ കാലങ്ങളിൽ ക്ലീൻ ചെയ്തെല്ലാം നാട്ടിലുള്ള ആൾക്കാരുടെ വെൽക്കമിങ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നെ വായടപ്പിച്ച് കളഞ്ഞു. കാരണം ശരി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു. കൂടുതലും പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ എല്ലാരും നാട് വിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും NRIs കൂടുതലും അപ്പം അവരെ ഫോക്കസ് ചെയ്ത് പറഞ്ഞല്ല, കൂടുതൽ അവരായിരിക്കുമല്ലോ അവിടെ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അതായത് മീൻസ് NRI എന്നല്ല, നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഇവിടെ നിന്ന് ഇപ്പൊ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് മാറിപ്പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ പിന്നെ വേറെ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, പിന്നെ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ തരുന്നുണ്ട്. പിന്നെ ചേട്ടാ എന്റെ ഒരു സിമ്പിൾ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള അതൊരു ബെനിഫിറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും? ഡീപ് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള കാര്യം നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അല്ല, അത് ബേസിക്കലി അത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട, ഡീപ് ക്ലീനിങ് ആവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ട കസ്റ്റമറിന്റെ മനസ്സിൽ തന്നെയാണ് ആവശ്യം. ഈ ഒരു പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷയ്ക്കകത്ത് ഞങ്ങൾ ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ന്യായമായ ഒരു ചോദ്യമാണ് അത്. ഉയർന്നാലല്ലേ നമുക്ക് അതെ അതെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഞങ്ങൾ ഇൻഓർഗനൈസ്ഡ് ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തു. പക്ഷേ ലൈസൻസ് ആയിട്ട് മറ്റേ സ്ട്രക്ചറൽ ഫോർമാറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം അടുത്തായി. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം എനിക്കും പറഞ്ഞു നിങ്ങൾക്കും പറഞ്ഞു ഇതിന്റെ ഒരു പ്രോസസ് എന്നാണ്. ഇപ്പൊ AGOന്റെ ഒരു ഡീപ് ക്ലീനിങ് അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ വർക്ക് ആരംഭിക്കുകയാണ്. വർക്ക് ആരംഭിച്ച് നമ്മൾ ചറ ഇതെല്ലാം മാറ്റും. അപ്പൊ ഇതിന്റെ എല്ലാം വിഷ്വൽസ് ഇതിന്റെ താടി എന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലേ തോച്ചേട്ടാ ഇതുപോലെ ഡീപ് ക്ലീനിങ് എവിടെ ഇല്ലെങ്കിലോ എവിടെ ഉണ്ടെങ്കിലോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ AGOന്റെ നമ്പർ ഉണ്ടാവും, തോച്ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പൊ ചേട്ടൻ എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളോട് വന്നത്. അപ്പൊ ഈ ഡീപ് ക്ലീൻ എന്നാന്ന് അറിഞ്ഞിരിക്കാമല്ലോ. നമുക്കിപ്പം ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലായി. ഒരു വീട് ഞാൻ ആദ്യം ഈ വീട് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഒരു മനുഷ്യൻ 99% ഇപ്പൊ ജീവിക്കുന്ന വീട് നല്ല ഏട്ടാ ഉള്ള EMI എടുക്കും. നമ്മളെല്ലാം ഈ കാണുന്ന ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള സർവീസ് അല്ലെങ്കിൽ അടിപൊളിയാക്കി വീട് ചില്ല് അല്ലെ, തോമസ് നമ്പർ നമ്മൾ കൊടുക്കും. തോമസേട്ടൻ എല്ലാം വിളിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ടവർക്കും എല്ലാ ഡീറ്റെയിൽസും അല്ല ഇതിനെക്കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വിളിക്കാവുന്നതാണ്. നമ്മൾ പരിഹരിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്നും ഒരു ഭയങ്കര സ്റ്റെഡ് ഫാസ്റ്റ് നിയമങ്ങളൊന്നുമല്ല. നമ്മൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. അല്ലാതെ ഇന്നതേ ഞങ്ങൾ ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ലിമിറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന എന്ത് പ്രോസസ്സുകളും നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ. അത് ചേട്ടൻ പറഞ്ഞപ്പോൾ അറിയാതെ ഒരു മുഖത്ത് ചെയ്യുമെന്നൊന്നുമല്ല. നമ്മള് പണ്ട് പറയാം വേണമെങ്കിൽ ഞങ്ങളെ കിണറും കിണർ തേകും. ചിരിച്ചു പോയത് അല്ല വേറെ കിണർ തേകുന്ന ആളുണ്ട്. അപ്പൊ നമ്മള് ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങ ഉൾപ്പെടെ തേങ്ങ വരെ എത്തിയില്ല. കിണർ വരെ തേകാൻ നമുക്കുള്ള ടീമുണ്ട്. അത് നമുക്ക് സ്വന്തം ടീമല്ല, പക്ഷേ ഒരു കസ്റ്റമർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു. നമ്മൾ ഏത് രീതിയിൽ നിങ്ങൾ ഡീപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ആഴം, ആ ആഴം എവിടെയാണ്? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലെ.
ആയിക്കോട്ടെ. കമന്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, എല്ലാം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ ഏജന്റ് സർവീസ് വേണമെങ്കിൽ വിളിക്കുക. തോമസ് ചേട്ടൻ നിങ്ങളെ അടിപൊളിയാക്കി അല്ലേ, അന്ന് വിശ്വസിക്കാം. അന്ന് വിശ്വസിക്കാം. നമുക്ക് കമന്റ് ബോക്സിൽ അറിയാലോ, അതെ. ഇതുവരെ പോയിടത്തൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, ഇഷ്ടം. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ചേട്ടാ. താങ്ക് യു. അപ്പൊ താങ്ക് യു.